ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ചിന്മയം വ്യാപയത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യ. ഹരി ഓം. അടുത്ത ധ്യാന ശ്ലോകം ഭാരത നമസ്കാരം. പാരാശര്യമച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമലപ്രധ്വംസി നശ്രേയസേ നശ്രേയസേ. ഭാരതപങ്കജം എങ്ങനെയുള്ള കലിമലപ്രധ്വംസി ഭാരതപങ്കജം നഹ ശ്രേയസേ ഭൂയാത്. നമ്മുടെ ശ്രേയസ്സനായിക്കൊണ്ട് തീരണമേ. പ്രേയസ്സെന്നല്ല പറഞ്ഞു, ശ്രേയസ്. ഭാരതമാകുന്ന താമര. മഹാഭാരതത്തെ വടർന്ന ഒരു താമരയുമായിട്ട് ഉപമിക്കുകയാണ്. എന്തൊക്കെയുണ്ടതിന്? സുഗന്ധമുണ്ട്, നല്ല കാഴ്ചയുണ്ട്, കണ്ണിനിമ്പം, തേനുണ്ട്, എല്ലാമുണ്ട്. നാക്കിനും മൂക്കിനുമൊക്കെ ഇമ്പം തരുന്നുണ്ട് ആ താമര. പാരാശര്യമച സരോജമമലം. സരോജം സരസിൽ നിന്നുണ്ടാകണം, സരോജം ജലാശയത്തിൽ നിന്നുണ്ടാകുന്നത്. ഭാരതപങ്കജം നഹ ശ്രേയസേ ഭൂയാത്. ഭാരതമാകുന്ന താമര നമ്മുടെ ശ്രേയസ്സിനായിക്കൊണ്ട് തീരണമേ. മഹാഭാരതം ഇതിഹാസ ഗണത്തിലാണ് പെടുന്നത്, ചരിത്രപ്രധാനം. ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, കുറേ കഥകളും കുറേ ഉപകഥകളും ഒക്കെ ചേർന്ന് വ്യാസൻ്റെ തന്നെ നിർവചനപ്രകാരം ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ. ഇതിഹാസം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. മിക്സ്ചർ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻ. ഇതിഹാസം എന്നാൽ ദസ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദിസ് മാനർ ഹിയർ. ഭരതവംശ കഥയായതുകൊണ്ട് ഭാരതം, വലിപ്പം കൊണ്ട് മഹാഭാരതം. ഹരിവംശം കൂടി ചേർത്താൽ 1.25 ലക്ഷം ശ്ലോകങ്ങളാണ്. ലോക റെക്കോർഡ് തന്നെയായിരിക്കണം. ശ്രീ മഹാഭാരതം നമ്മുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ഭവിക്കണമേ. ശ്രേയസ്, വെൽബീങ്, പ്രോസ്പെരിറ്റി, മംഗളം എന്നൊക്കെ പറയാം. മേ ദി സ്റ്റഡി ഓഫ് മഹാഭാരതം എൻറിച്ച് ആൻഡ് ട്രാൻസ്ഫോം മൈ പേഴ്സണാലിറ്റി ഇമോഷണലി, ഇൻ്റലക്ച്വലി ആൻഡ് സ്പിരിച്വലി. മഹാഭാരതത്തെ താമരയുമായി താരതമ്യം ചെയ്തപ്പോൾ കണ്ണിനും മൂക്കിനും നാക്കിനുമൊക്കെ ആകർഷകമാണ്. താമരപ്പൂവും അതിലെ തേനും. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. മഹാഭാരതം വീട്ടിൽ വെക്കരുത്, വായിക്കരുത്, കലഹമുണ്ടാവും എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കാരണം എന്താ? അത് അന്ധവിശ്വാസമാണ്, അർത്ഥശൂന്യമാണെന്ന് ഇവിടെ മനസ്സിലായി. കലിമല പ്രധ്വംസി എന്ന് പറഞ്ഞപ്പോൾ കലി, കലഹം എന്നും എടുക്കാം, കലികാലം എന്നും എടുക്കാം. അതിൻ്റെ മലം കലഹവും അല്ലെങ്കിൽ കലികാലവും അതുമായി ബന്ധപ്പെട്ട എല്ലാം പെട്ടു അതിൽ. മഹാഭാരതം താമരയാണെങ്കിൽ ആ താമര എവിടെയാണ് വളരുന്നത്? താമര ജലാശയത്തിലല്ലേ, സരസ്വല്ലേ ഉണ്ടാവൂ. മഹാഭാരതം പാരാശര്യൻ്റെ, പരാശരി എന്ന് പറഞ്ഞാൽ പരാശരപുത്രനായ വ്യാസഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ആ സരസ്, ജലാശയം. വ്യാസൻ എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? തൻ്റെ ഗുരുവും പിതാവുമായ പരാശരിൽ നിന്ന്. പരാശരൻ എവിടുന്ന് കിട്ടി? പരാശരന് ശക്തിയിൽ നിന്ന് കിട്ടി. ശക്തിക്ക് എവിടുന്ന് കിട്ടി? വസിഷ്ഠനിൽ നിന്ന് കിട്ടി. വസിഷ്ഠനോ ബ്രഹ്മാവിൽ നിന്ന് കിട്ടി. ബ്രഹ്മാവിനോ സാക്ഷാൽ ഭഗവാൻ നാരായണനിൽ നിന്ന് കിട്ടി. അപ്പം എന്തു വന്നു? ഗീത ഭഗവാന്റെ ദിവ്യവാണി തന്നെ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം. നമ്മുടെ ഗുരുവന്ദനം നോക്കൂ. തത്പുത്ര പരാശരം ച വ്യാസം. അമലം സരോജം. ചളിവെള്ളത്തിലാണ് താമര ഉണ്ടാകുന്നതെങ്കിലും താമര ശുദ്ധമാണ്, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലെ മഹാഭാരതവും അമലം എന്ന സൂചനയാണ്. ലാംഗ്വേജ് പ്യുവർ, ടീച്ചിങ് പ്യുവർ, മെസ്സേജ് പ്യുവർ. ഗീതാർത്ഥ ഗന്ധ ഉത്കടം. ഉത്കടം വെൽ നോൺ, പോപ്പുലർ, ഫേമസ്, പ്രോമിനൻ്റ് എന്നും പറയാം. ഗീതയുടെ അർത്ഥം ടീച്ചിങ് ആകുന്ന വർദ്ധിച്ച സുഗന്ധത്തോടു കൂടിയത് എന്നർത്ഥം വരും. എന്താണ് ഈ മഹാഭാരതത്തിൻ്റെ സുഗന്ധം? ഗീതാർത്ഥം തന്നെ. അർത്ഥം ടീച്ചിങ്, സുഗന്ധം. മഹാഭാരതത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ എന്താ? അതിൽ ഗീത ഉള്ളത് തന്നെയാണ്. നാനാഖ്യാനക കേസരം, ഫിലമൻസ്, പൂക്കൾക്ക് കേസരമുണ്ടാവും. ഈ മഹാഭാരതത്തിലെ ആഖ്യാനങ്ങൾ, ഉപാഖ്യാനങ്ങൾ,
വലിയ സ്റ്റോറീസ്, ചെറിയ സ്റ്റോറീസൊക്കെ ഉണ്ട്. സാധാരണ നാനാഖ്യാനങ്ങൾ തന്നെ, കേസരങ്ങൾ, എണ്ണമറ്റ കഥകൾ, ഉപകഥകൾ. അതെ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി എത്രയെത്ര നോവലുകൾ, എത്രയെത്ര നാടകങ്ങൾ, എത്രയെത്ര കവിതകൾ, എത്രയെത്ര കാവ്യങ്ങൾ, എന്തൊക്കെ വന്നു. ഏറ്റവും നല്ല ഉദാഹരണമല്ലേ കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളമൊക്കെ എങ്ങനെ വന്നതാ? മഹാഭാരതത്തിൽ നിന്ന് വന്നതല്ലേ, എടുത്തതല്ലേ. എല്ലാ കവികളും, എല്ലാ നാടകൃത്തുക്കളും എല്ലാവരും അതെ. ഹരികഥാ സംബോധന ആബോധിതം, സംബോധനം നറേഷൻ, ആബോധിത, ബ്ലോസം, എക്സ്പാൻഡഡ്. താമരമൊട്ട് അത് വിടർന്നാലല്ലേ അതിന് സൗന്ദര്യം. അതെ, മൊട്ടും സുന്ദരം തന്നെ, പക്ഷെ മൊട്ടിനേക്കാളും എത്രയോ സുന്ദരമാണ്, തരമാണ് വിടർന്ന താമര. മൊട്ട് മുഴുവനായി എൻജോയ് ചെയ്യാനാവില്ല, വിടർന്ന താമര പോലെയല്ല. ഹരികഥ, കൃഷ്ണകഥകൾ, നറേഷൻസ്. മഹാഭാരതത്തിൽ ഭരതവംശകഥയാണെങ്കിലും കൃഷ്ണകഥകൾ ഒട്ടും കുറവല്ല, നിറഞ്ഞു നിൽക്കുന്നു. ഊടും പാവും പോലെ കാണാം, രണ്ടും ഇഴപിരിക്കാനാവാത്ത വിധം. സർവത്ര കൃഷ്ണ സാന്നിധ്യം. എത്ര തരത്തിലുള്ള അറിവുകളാണ് മഹാഭാരതത്തിൽ നിന്ന് കിട്ടുക അറിയോ? ഇതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതത്കൊചിത്. ഇവിടെയുള്ള എല്ലായിടത്തും കാണാം, ഇവിടെ ഇല്ലാത്ത എവിടെയും കിട്ടില്ല എന്നല്ലേ. റിലിജിയൻ ഉണ്ട്, അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉണ്ട്, എന്തൊക്കെയുണ്ട്. മഹാഭാരതത്തിലെ കൃഷ്ണവർണ്ണന വളരെ പോപ്പുലറല്ലേ. പാർസാരഥി വർണ്ണനയില്ലേ എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിൽ? നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടുകെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനൂകിനച്ചെന്നും കുരുൾ നിര തന്മേൽ നനൂനനപ്പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞു ലോക സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും. എന്താ അത് ഗംഭീരാണ്. ആ മാധവനും താനുമായി പരന്ന വൻപട നടുവിലെ അമ്മാറ് അങ്ങനെ ഗംഭീരമായിട്ട് പോണു. നിങ്ങൾ വായിച്ച് ആസ്വദിക്കൂ. ഞാൻ സൂചിപ്പിച്ചു, എനിക്ക് ചൊല്ലി ഭംഗിയാക്കാനാവില്ല. എൻ്റെ ചൊല്ലൽ കേൾക്കുന്ന കഷ്ടമല്ലേ, അതുകൊണ്ട് അത് വേണ്ട. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ഉത്കടം, പോപ്പുലർ, പ്രോമിനൻ്റ്, ഭാരത നമസ്കാരമാണ്. ആബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഹ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പേപീയമാനം മുതാ. താമരയിൽ തേൻ നുകരാൻ ഷഡ്പദങ്ങൾ വരും, ഗീതാ മധു നുകരാൻ ഗീതാ ജിജ്ഞാസുക്കൾ വരും. അഹരഹ ഇതാണ്. നിങ്ങളൊക്കെ തന്നെ, നമ്മളൊക്കെ തന്നെയാണ് ഈ ഷഡ്പദങ്ങൾ. ലോകേ സജ്ജന ഷഡ്പദൈരഹരഹ പേപീയമാനം മുതാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി നശ്രേയസേ. ഇപ്പോൾ മഹാഭാരതം വീട്ടിൽ വെച്ചുകൊണ്ടല്ല കലഹമുണ്ടാവുന്നത്. കലഹം അല്ലെങ്കിലും ഉണ്ടാകാം, മഹാഭാരതം ഒരിക്കലും അതിന് കാരണമല്ല. രാമായണവുമാകാം, ആകാമെങ്കിൽ മഹാഭാരതവും ആകാം. പാരാശര്യൻ്റെ വാക്കുകളാണ് സ്വരസ്. എത്ര മലരഹിതമാണ് മഹാഭാരത താമരയിലെ ഉൾക്കടമായ വർദ്ധിച്ച ഗന്ധം, സുഗന്ധം എന്ന് പറഞ്ഞു. മേ ദി സ്റ്റഡി ഓഫ് മഹാഭാരതം ഹെൽപ്പ് മീ ഇൻ ട്രാൻസ്ഫോർമേഷൻ, സ്പിരിച്വൽ അൺഫോൾമെൻറ്റ്, ചതുർവിധ പുരുഷാർത്ഥത്തിനും. താമരയിൽ എത്ര കേസരങ്ങളാണ്, എണ്ണമറ്റ കേസരങ്ങളാണ്. മഹാഭാരതത്തിലുണ്ട് അങ്ങനെ എണ്ണമറ്റ കേസരങ്ങൾ, കഥകളും ഉപകഥകളും. ഈ മഹാഭാരത കമലം ആരാലാണ് സേവിക്കപ്പെടുന്നത്? ലോകേ സജ്ജന ഷഡ്പദൈ. സജ്ജന ഷഡ്പദയും സജ്ജനങ്ങളാകുന്ന ഷഡ്പദങ്ങളാൽ. പൂവുണ്ടെങ്കിൽ അവിടെ പിന്നെ പൂമ്പാറ്റ ഉണ്ടാകും, തേനീച്ച ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതേമാതിരിയാണ് ഭാരതം ഉള്ളപ്പോൾ. മധു ഉണ്ണാൻ വരുന്ന ഷഡ്പദങ്ങൾ, തേനീച്ചകൾ സന്തോഷത്തോടെ താമരയിലെ മധു നുകരുന്നത് പോലെ സജ്ജനങ്ങൾ സന്തോഷത്തോടെ ഭാരതത്തിലെ തേൻ. അതിൽ തേനെന്താ? ജ്ഞാനം. മുതാ, സന്തോഷത്തോടുകൂടി. ഇങ്ങനെയെല്ലാമുള്ള ഈ ഭാരതകമലം നമ്മുടെ സർവ്വ കലിമലങ്ങളെയും പ്രധ്വംസിക്കുന്നതാണ്. നമ്മുടെ ശ്രേയസ്സിനായിക്കൊണ്ട് തീരട്ടെ. പ്രേയസിൻ്റെ വിഷയങ്ങളുടെ ഭൗതികതയുടെ മാർഗമല്ല, അർത്ഥകാമങ്ങളുടെ പിന്നാലില്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ശ്രേയസ്സിന് വേണ്ടി ജ്ഞാനത്തിൻ്റെ ബന്ധമുക്തിയുടെ മാർഗമാണ്. അതാണ് നല്ലൊരു ശ്ലോകം. എന്താ ഇതൊക്കെ?
പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം അല്ലികൾ ആണതല്ല ഹരികഥാസംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമലപ്രധ്വംസി ന ശ്രേയസേ. ട്രഷർ ഹൗസ് ഓഫ് വിസ്ഡം ഡീലിംഗ് വിത്ത് എവറി സയൻസ്. സജ്ജനം എന്ന് പറഞ്ഞാൽ ഷഡ്പദൈ എന്ന് പറഞ്ഞാൽ നോബിൾ പീപ്പിൾ, ചിത്തവിശാലതയുള്ളവർ തന്നെ, ചിത്തശുദ്ധിയുള്ളവർ തന്നെ, വെറും കഥകളല്ല എന്നിവർക്കറിയാം. സൂപ്പർഫിഷ്യലി ഓൺലി സ്റ്റോറീസ് ബട്ട് ഗോ ഡീപ്പ്. എത്രയെത്ര മൂല്യങ്ങൾ, തത്വങ്ങൾ കിട്ടും. പെവീയമാനം, വീണ്ടും വീണ്ടും, ബൈ എൻക്വയറി ആൻഡ് അനാലിസിസ്. അതിൽ തന്നെയാണല്ലോ ഗീത. അഹരഹ ഓരോ തവണ വായിക്കുമ്പോഴും പറയുമ്പോഴും പുതിയ പുതിയ അർത്ഥതലങ്ങൾ കോരി കുടിച്ചിടും തോറും അവയിൽ നിന്ന് ഊറി വരുന്നു പുതിയ സുധാരസം. ഓരോ തവണ ഗീത എടുക്കുമ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ. അടുത്ത തവണ ഉടനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആശയം മാറും. കഥാപാത്രങ്ങളെ ആഴത്തിൽ പഠിക്കണമെങ്കിൽ ഒരു ജന്മം മതിയാവില്ല നമുക്ക്. ധർമ്മപുത്രയെക്കുറിച്ച് പഠിക്കുക, കുന്തിയെക്കുറിച്ച് പഠിക്കുക, ദുര്യോധനെക്കുറിച്ച് പഠിക്കുക, കർണനെക്കുറിച്ച് പഠിക്കുക, ധൃതരാഷ്ട്രയെക്കുറിച്ച് പഠിക്കുക. എത്ര കാലം വേണമെന്നാണ് വിചാരം. കലിമല പ്രധ്വംസി എല്ലാം ആ കളേർഡ് വിഷനൊക്കെ മാറിക്കിട്ടും. എല്ലാത്തിനും ഒരു ഒറ്റമൂലിയാണ്. ഫോർ ഓൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഓൾ സോഷ്യോളജിക്കൽ പ്രോബ്ലംസ് ഒറ്റമൂലിയാണ് മഹാഭാരത പഠനം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യ. ശാന്തി ശാന്തി ശാന്തി.